നമസ്കാരം പ്രിയമുള്ളവരെ. ഒരു വ്യക്തിയേക്കാൾ വലുതാണ് ഒരു പ്രസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സംഘടനയായാലും ഒരു പ്രസ്ഥാനമായാലും ഒരു സ്ഥാപനമായാലും വ്യക്തിയേക്കാൾ വലുതാണ്. കാരണം അങ്ങനെ ഒന്ന് പടുത്തുയർത്തുന്നതിന് പിന്നിലുണ്ടായിട്ടുള്ള വളരെ വലിയ ദുഃഖങ്ങളും വ്യസനങ്ങളും അതിലെല്ലാം ഉപരി അതിനുവേണ്ടി ത്യജിച്ച വിയർപ്പുകളുമൊക്കെ നമുക്ക് മറ്റൊന്നുമായി തുലനം ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം തന്നെ നമുക്കെടുക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നാമത്തെ പരാതി വരുന്ന സമയത്ത് ശബ്ദശകലങ്ങളും മെസ്സേജുകളും വരുന്ന സമയത്ത് ഇത് രണ്ടും അന്തരീക്ഷത്തിൽ വന്ന 1-2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറിൽ രാഹുൽ പത്രക്കാരെ കാണാൻ തയ്യാറായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുലിനോട് കോൺഗ്രസിലെ ചില നേതൃത്വത്തിൽപ്പെട്ട പലരും പറഞ്ഞു, ഇപ്പോൾ നീ പത്രക്കാരെ കാണണ്ട, കുറച്ച് കഴിഞ്ഞ് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അത് നീണ്ടൊരു കാലയളവായി പോയി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അന്നേ രാഹുലിന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിരുന്നു ഇതെന്ന് എനിക്ക് തോന്നുന്നു. തുടക്ക ദിവസത്തിൽ തന്നെ രാഹുൽ വളരെ പെട്ടെന്ന് കടന്നു വന്ന് ഇതിന് ഒരു പരിഹാരം എന്ന നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് ഇത്രയേറെ വഷളാകാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പരാതി തന്നെ വരാതിരിക്കുമായിരുന്നു എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിച്ച സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJPയുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരെ അയാളുടെ ബന്ധുവായ ഒരു അഡ്വക്കേറ്റ് വനിത കൊടുത്തൊരു കേസുണ്ട്. ഇതിന് സമാനമായ രീതിയിലുള്ള കേസാണ് അതും എന്ന് പറയാം. ചില വകുപ്പുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പോയതാണെങ്കിൽ പോലും അന്തരീക്ഷത്തിൽ ഇപ്പോഴും ആ കേസ് നിലനിൽക്കുകയാണ്. ശരിയായി അന്വേഷിച്ചില്ല എന്നൊക്കെയാണ് അവരുടെ പരാതി. ആ പരാതി നിലനിൽക്കുമ്പോൾ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ പത്രസമ്മേളനം നടത്തി, കൃത്യമായി സമയം കൊടുത്ത് പത്രസമ്മേളനം നടത്തി. അന്ന് വൈകിട്ട് കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനലിനെ കൊണ്ട് അവർ അന്തിച്ചർച്ച നടത്തി. ആ അന്തിച്ചർച്ചയിൽ കൃഷ്ണകുമാർ വന്നിട്ട് സംസാരിക്കാൻ അവസരം കൊടുത്തു. ഇതൊന്നും തന്നെ രാഹുലിന് കൊടുക്കുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഇനി ഈ സമയത്താണ് ഷാഹനാസ് എന്ന് പറയുന്നതും റിനി ആൻഡ് ജോർജും പിന്നെ ഹണി ഭാസ്കർ എന്ന് പറയുന്ന മഹതികളൊക്കെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മലയാള സാഹിത്യത്തിനും മലയാള സാംസ്കാരിക കേരളത്തിനും കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ യുവതികളുടെയും ജീവാത്മാവും പരമാത്മാവുമായി നിന്ന് അവരുടെ ജീവരക്തം ഒരിക്കലും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ MA ഷാനവാസും സരിൻ്റെ ഭാര്യയും റിനി ആൻഡ് ജോർജും ഹണി ഭാസ്കറും ഒക്കെ പുറത്തു വരുന്നത് പലതരം രീതിയിൽ. ചിലർ പോസ്റ്റായിട്ട് വരുന്നു, ചിലരെ കാണുമ്പോൾ പത്രക്കാർ മൈക്കും കൊണ്ട് ചെല്ലുന്നു. ഉള്ളതും ഇല്ലാത്തതും കാണാത്തതും കണ്ടതും എല്ലാം തന്നെ വിളിച്ചു പറയുന്നതും നമ്മൾ കണ്ടതാണ്. ഞാനൊരു കാര്യം അവരോട് ചോദിക്കട്ടെ. 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ഒരു സ്ത്രീ, ഒരു വിവാഹിതയായ സ്ത്രീ തിരുവല്ലയിലെ പ്രസിദ്ധമായ ഒരു ഹോട്ടലിൽ, ക്ലബ് 7 ഹോട്ടലിൽ റൂം എടുത്ത് മണിക്കൂറുകൾ കാത്തിരുന്നു രാഹുലിനെ അവിടേക്ക് ക്ഷണിച്ചത്. എന്ന് വെച്ചാൽ പൂർണ്ണ മനസ്സോടുകൂടി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് രാഹുലിനെ ക്ഷണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 1.5 വർഷം കഴിയുമ്പോൾ തിരുവല്ലയിലെ ഒരു സാധാരണ പെൺകുട്ടി അഷ്ടിക്ക് വകയില്ലാത്തതിൻ്റെ പുറത്ത്, സത്യം പറഞ്ഞാൽ 1 പവൻ സ്വർണം, 1 ഗ്രാം സ്വർണം മേടിക്കാൻ പണമില്ലാത്തതുകൊണ്ട് റോൾഡ് ഗോൾഡ് ആഭരണം മേടിച്ചുകൊണ്ട് ഒരു സാധാരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വന്ന ഒരു യുവതിയെ 5-6 പേർ ചേർന്ന് നിഷ്ഠൂരമായി ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് ഈ പറഞ്ഞ MA ഷാനവാസിൻ്റെയും റിനി ആൻഡ് ജോർജിൻ്റെയും സരിൻ്റെ ഭാര്യയുടെയും ഹണി ഭാസ്കറിൻ്റെയും ഈ പറഞ്ഞ സുജയ പാർവതിയുടെയും ലക്ഷ്മി പത്മയുടെയും നാവ് ചലിക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിന് ഇവർക്ക് എപ്പോൾ ഉത്തരം പറയാൻ പറ്റും? 2 സാഹചര്യങ്ങളാണ്. 2 തിരുവല്ലയിലാണ് നടന്നത്. ഒന്ന്, നിങ്ങൾ ഓർക്കണം, MC റോഡിൻ്റെ സൈഡിലുള്ള ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുള്ള, ഒന്ന് ഉറക്കെ നിലവിളിച്ചാൽ അടുത്തുള്ള ആൾക്കാർ കേൾക്കുന്ന ഒരു സ്ഥലത്ത്, ഏറ്റവും അടുത്ത് MC റോഡിന് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ക്ലബ് 7 ഹോട്ടൽ. അവിടെ ഒരു സ്ത്രീ ഇവർ പറയുന്ന പോലെ ബലാത്സംഗമായിരുന്നു എങ്കിൽ അവളുടെ ശബ്ദം പുറത്ത് കേൾക്കണ്ടേ? അവിടെയാണ് ഒരു സ്ത്രീ റൂം അവർ തന്നെ ബുക്ക് ചെയ്ത്, കൂടെ ആരാണ് വരുന്നതെന്ന് പേര് എഴുതി വെച്ച് അവനെ അവിടെ സ്വീകരിച്ചു. നിയമപരമായി അവർ ഒരാളുടെ ഭാര്യയാണ്. ഒരു വിവാഹിതയായ സ്ത്രീയും മറ്റൊരു പുരുഷനും തങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് കുറ്റകരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി പോലും അത് ബലാത്സംഗമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിധിയും വന്നതിന് ശേഷം തിരുവല്ലയിലുണ്ടായ കൊടും ക്രൂരമായ ബലാത്സംഗത്തിനെ പറ്റി പറയുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പറഞ്ഞ MA ഷാഹനാസിനോ ഒന്നും തന്നെ ധൈര്യമില്ല, ഊർജ്ജമില്ല. അപ്പോൾ ഈ ഒരുത്തിനെ ചവിട്ടിക്കൊല്ലുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്ത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവരൊക്കെ തിരിഞ്ഞതെന്നുള്ളതാണ് സത്യം. അതല്ലേ സത്യം? ഇപ്പോഴും ഷാഹനാസ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയുന്നു? രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ വെളിയിൽ വരരുതെന്നും അയാൾ പത്രക്കാരെ കണ്ട സമയത്ത് അത് സ്പോൺസർഡ് പ്രോഗ്രാമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെയ്യുന്നു.
ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിനോടോ അല്ലെങ്കിൽ ഇവിടുത്തെ ചാനലുകളുടെ ആരോടും താങ്കളുമായി ഒരു ഇൻ്റർവ്യൂ തരാം, ക്വസ്റ്റ്യൻ ഞാൻ തയ്യാറാക്കി തരാം, എന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോലും പോയി ഇൻ്റർവ്യൂ കൊടുക്കുന്ന അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടം ഉള്ളത്. ആ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നാളെ ആണെങ്കിൽ പോലും അവൻ്റെ ഇൻ്റർവ്യൂവിന് ആൾക്കാർ കാത്തുകെട്ടി നിൽക്കുന്നതല്ലാതെ അവന് സ്പോൺസർ കാശ് കൊടുത്ത് അങ്ങോട്ട് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളും നമ്മൾ ധാരണ ഉണ്ടാകും. ആ ധാരണയിൽ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. ചിലപ്പോൾ ചോദിക്കില്ല എന്ന് പറഞ്ഞ ചോദ്യം പരോക്ഷമായി മറ്റു രീതിയിൽ നമ്മൾ ചോദിച്ചെന്നിരിക്കും. അത് ആ സമയത്തുണ്ടാകാവുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം വേറൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും പ്രശ്നങ്ങളുണ്ടായ ഈ മഹതികളുടെ ഹനീഫ് ഭാസ്കറിൻ്റെ അടുത്തും ഈ പറഞ്ഞ MA ഷാനവാസിനെയും കണ്ടപ്പോൾ കേരളത്തിൻ്റെ ഒരു സോപ്പ് കുട്ടപ്പൻ, പഞ്ചാര പൗഡർ കുട്ടപ്പൻ കൈയും തൊഴിൽ നിൽക്കുന്ന കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ദയനീയമായ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ വളരെ ദയനീയത തോന്നി. വളരെ ദയനീയത. ഇങ്ങനെയൊക്കെ ഒരുത്ത് നിൽക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങൾ ഇവരിലുണ്ടോ എന്നാണ് ഒരു സംശയം എനിക്കുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം പുറത്തു വന്നു. അതിനുശേഷം ഈ പ്രശ്നത്തെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തെ ഏറ്റവും കൂടുതൽ സമൂഹ മധ്യത്തിൽ രാഹുലിനെ വലിച്ചു കീറാൻ നിന്നത് കോൺഗ്രസിന് വേണ്ടി യുദ്ധം ചെയ്യുകയോ കോൺഗ്രസിന് വേണ്ടി സമരം ചെയ്യുകയോ കോൺഗ്രസിന് ജയിലിൽ പോവുകയോ ചെയ്യാത്ത MA ഷാനവാസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പോഷക സംഘടനയുടെ പ്രതിനിധിയായി നിൽക്കുന്ന എഴുത്തുകാരിയെന്നോ IAS കാരിയെന്നോ ഒക്കെ തട്ടിപ്പ് കേസിലെ പ്രതിയെന്നോ ഒക്കെ പറയുന്ന സ്ത്രീ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും KPCCയും പാർലമെന്ററി പാർട്ടിയും കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാമായ സതീശനോ അതിനപ്പുറം നിൽക്കുന്ന മുരളീധരൻ ഉൾപ്പെടെയുള്ള ഒരുത്തനെങ്കിലും ഇവർക്ക് മെമ്മോ കൊടുക്കാൻ തയ്യാറാകുമെന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ നേതാവെന്ന് അഹങ്കരിക്കുകയാണ് ഈ സ്ത്രീ. അവർ ഇത്തരം വൃത്തികേടുകൾ കാണിച്ചിട്ട് പോലും കോൺഗ്രസ് നേതൃത്വത്തിന് അവരോടൊപ്പം ചോദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവരെ സഹായിക്കുന്നത് പച്ച മലയാള ഭാഷയിൽ പറഞ്ഞാൽ VD സതീശനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ലോകത്ത് ആരും ചെയ്യാത്ത പോലെ ഒരാളിന് നോട്ടീസ് കൊടുക്കാതെ അവനെ പറഞ്ഞു വിട്ടു, അവൻ്റെ മറുപടി ചോദിക്കാതെ അവനെ പറഞ്ഞു വിട്ടു, അവനോട് ഒന്നും ചോദിക്കാതെ അവൻ്റെ എല്ലാം ഇങ്ങി പിടിച്ചു. ഇവരങ്ങോട്ട് കൊടുത്ത സാധനങ്ങളെല്ലാം ഇവർ കൊടുത്തതെന്നല്ലോ, അവൻ അടികൊണ്ടും ഇടികൊണ്ടും ജയിലിൽ കിടന്നും ഒക്കെ എടുത്ത സ്ഥാനമാനങ്ങൾ പിടിച്ചു വാങ്ങിച്ചു. ആ പിടിച്ചു മേടിച്ച സ്ഥാനത്ത് പോലും ഇന്ന് ഇത്രയേറെ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാക്കി ഈ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വീണ്ടും ചർച്ച ചെയ്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കുകയും ഇത്രയേറെ നാറ്റിക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന MA ഷാനവാസിനെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം മടിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് നമുക്ക് തീർത്തു പറയേണ്ടി വരും. അതല്ലേ സത്യം. ചേട്ടാ, കുറ്റം ഏതാണെങ്കിലും ഇപ്പോൾ വ്യാജരേഖ കേസ് വന്നു, ആ സ്ത്രീക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട്. അത് തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ചെയ്തേ. ഒരു സ്ത്രീയുടെ അന്ന് പരാതി പോലും ഇല്ല, ഒരു സ്ത്രീയുടെ വോയിസ് വന്നു 2 CPMുമായി ബന്ധമുള്ള 3 ചാനലിൽ, അപ്പോഴല്ലേ അവനെ പറഞ്ഞു പുറത്തു വിട്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഷാഹനാസിനെതിരെ ധാരാളമായ പരാതികൾ സോഷ്യൽ മീഡിയയിലും ഇഷ്ടംപോലെ വീഡിയോകളും യൂട്യൂബേഴ്സും എല്ലാം തന്നെ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് അവർക്കൊരു നോട്ടീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുകയോ മാറ്റി നിർത്തുകയോ ചെയ്യാൻ സതീശൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ അല്ലെ അരിയാഹാരം കഴിക്കുന്നവരെല്ലാം വിചാരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് ഇവരെ കോൺഗ്രസ്സുകാരൊന്നും ചെയ്യാത്തത് എന്നുള്ളതാണ് സത്യം. പറ്റുമെങ്കിൽ അവർക്കൊരു സീറ്റ് കൂടെ കൊടുക്കണം. അത് ആ കോളേജിൽ നിന്ന് IASൻ്റെ ഇത് മത്സരിച്ചില്ലേ, ആ കോളേജ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സീറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിൽക്കുന്ന പ്രശ്നമാണല്ലോ, സീറ്റുമായി അടിയിടി VS കുമാരൊക്കെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ MA ഷാനവാസിനെയോ ഹനീഫ് ഭാസ്കറിനെയോ റിനിയോ സരിൻ്റെ ഭാര്യയോ ഒക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഇത്രയൊക്കെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവരിതൊക്കെ തങ്ങളിലുള്ള ബന്ധങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഒരു ചോദ്യം ചോദിക്കാൻ, ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കാൻ പോലും തയ്യാറാത്ത ഈ കോൺഗ്രസ് നേതൃത്വത്തിന് നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള രാഷ്ട്രീയ മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ ചെറുമക്കൾക്ക് ചെറുവിരലനക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയി പണി നോക്കണേ എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതെല്ലാം ചെയ്തതും ചെയ്യിച്ചതും നിങ്ങളാണ്, കൊല്ലിച്ചതും നിങ്ങളാണ്, അത് വേവിച്ച് തിന്നതും നിങ്ങളാണെന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് സത്യം. ആ യാഥാർത്ഥ്യം ജനം തിരിച്ചറിയും മുമ്പെങ്കിലും ഇവരെ പോലുള്ള ആൾക്കാരെ നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.